ഞങ്ങളുടെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളതാണ്, ഈ തൃശ്ശൂർ ഭാഗത്ത് മാത്രമല്ല നല്ല ആനകളുള്ളൂ, തിരുവിതാംകൂറിലേക്ക് കടന്നാലും നല്ല നല്ല ആനകളുണ്ട്, അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ പറയാത്തത് എന്നുള്ളത്. ചില കാരണങ്ങളെ കൊണ്ട് കുറച്ചധികം ആനകൾ ഈ തൃശ്ശൂർ അല്ലെങ്കിൽ മധ്യ കേരളത്തിലുള്ള ആനകളെ പറ്റിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവിതാംകൂറിലുള്ളതായ ഒരു സുന്ദരനായിട്ടുള്ള ഒന്നാം തരം ഒരു ഗജവീരനെയാണ്. തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്ന ഒരാന. അതാകട്ടെ അതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, അത് സഹ്യൻ്റെ മകനാണ്, കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ളതായ ഒരു ആനയാണ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ സ്ഥിരമായിട്ട് പറയുന്നതായ ഒരു കാര്യം, തിരുവിതാംകൂർ ഭാഗത്ത് ആനകളെ പരിചയപ്പെടുത്തിയില്ല എന്നാണ് പറയാറ്. ഞങ്ങൾ പരിചയപ്പെടുത്താം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും പറയാറുണ്ട്. ആ വാഗ്ദാനം ഇവിടെ സഫലീകരിക്കുകയാണ്. അതാണ് തൃക്കടവൂർ ശിവരാജു എന്ന ആന. ആനയും ആനക്കമ്പവും അത് മധ്യകേരളമെന്ന തൃശ്ശൂർ പാലക്കാടൻ മണ്ണിൻ്റെ കുത്തകയാണെന്ന് ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നിൽ തെക്കൻ കേരളത്തിൻ്റെ ചുട്ട മറുപടി. തിരുവിതാംകൂറിൻ്റെ ഗജവീരകേസരി വേലുത്തമ്പി. അതെ, ഇവൻ രാജു എന്ന തൃക്കടവൂർ ശിവരാജു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം തൃക്കടവൂർ ക്ഷേത്രത്തിൻ്റെ സ്വന്തം സഹ്യപുത്രൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വന്തമായുള്ള 42 ആനപ്പിറവികളിൽ തന്നെ ഉയരം കൊണ്ട് ഒന്നാമൻ. ലക്ഷണ തികവുകൾ ഏതാണ്ടെല്ലാം തന്നെ കമ്പോട് കമ്പ് ഒത്തുചേർന്ന ഐശ്വര്യ ശ്രീമാൻ. ആനകൾ ചെവി വീശിയടിച്ചാൽ അവയുടെ കണ്ണുകളും മുഖത്തിൻ്റെ നല്ലൊരു ഭാഗവും മറഞ്ഞു പോകണമെന്നുള്ളതാണ് ഏറ്റവും വിശേഷപ്പെട്ട ചെവികളുടെ ലക്ഷണമായി മാതംഗശാസ്ത്ര വിശാരദന്മാർ വിലയിരുത്തുന്നത്. അതെ, ലക്ഷണ പിടിവാശിക്കാരുടെ കണ്ണുകളെ പോലും കുറച്ചേറെ നേരത്തേക്ക് തന്നിലേക്ക് മാത്രം വലിച്ചു പറിച്ചെടുക്കുവാൻ പോന്ന കിടുകിടിലൻ ചെവികൾ. അത് തെക്കൻ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ആന ചെവികളിൽ ഏറ്റവും വിശേഷപ്പെട്ട 2-3 പേരുടെ ഗണത്തിൽ വരും ഇവർ. ഒരു ചെവിയിലെ ചെറിയ മുറിപ്പാട് കാട്ടിൽ വെച്ച് സംഭവിച്ചതോ അതോ നാട്ടിലെത്തിയ ശേഷം ആന ഡോക്ടർമാരുടെ കുത്തിവയ്പ്പിനെ തുടർന്ന് അടർന്നു പോയതോ എന്ന് വ്യക്തമല്ല. ചെവിയുടെ വലിപ്പത്തിലും ഭംഗിയിലും ഒരുപക്ഷെ ആഫ്രിക്കൻ ആനകൾ മാത്രമായിരിക്കും ഇവന് തക്ക പ്രതിയോഗികൾ. ചെവി വലിപ്പം കൊണ്ട് തന്നെ ആവണം ദൂരക്കാഴ്ചയിൽ പെട്ടെന്നൊരൊറ്റ നോട്ടത്തിൽ ഇവനൊരു ആഫ്രിക്കൻ ഛായ തോന്നുന്നത്. ലക്ഷണ തികവിനൊപ്പം ആരെയും കൊതിപ്പിക്കുന്ന ഉയരത്തികവും. നീണ്ടു ചുരുണ്ട തുമ്പിക്കൈ. വീണെടുത്തവയെന്ന് തീർത്തു പറയാനാവില്ലെങ്കിലും തെല്ല് പകച്ചകന്ന കൊമ്പുകൾ. അത് ആരെയും ആകർഷിക്കും. തെറ്റില്ലാത്ത വായുകുമ്മ, കൊള്ളാവുന്ന തലക്കുന്നി, ഉറപ്പാർന്ന കനത്ത കാലുകളിൽ നഖങ്ങൾ 20 കണ്ണുകൾക്ക് തേൻ നിറമാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ രണ്ടാമതൊന്നും കൂടി നോക്കണം. എന്തെന്നാൽ പാമ്പാടി രാജൻ്റേതുപോലെ ഒരൽപ്പം തീവ്രവും തീക്ഷ്ണവുമാണ് എല്ലായ്പ്പോഴും ആ കണ്ണുകളിലെയും മുഖത്തെയും ഭാവം. ഇനി കുറവൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ ഇടനീളം കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. എങ്കിലും എല്ലാറ്റിനും മേലെ ഉത്സവ നഗരികൾക്ക് ഇവനെ പ്രിയങ്കരനാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നാണെങ്കിൽ ഇരിക്കസ്ഥാനത്തേക്കാൾ എല്ലായ്പ്പോഴും കുറഞ്ഞത് ഒരടിയെങ്കിലും ഉയർന്നു നിൽക്കുന്ന അവൻ്റെ ആ തലക്കുന്നിയും തലയെടുപ്പും തന്നെ. അതെ, ശിവരാജു ആനക്കമ്പക്കാർക്ക് മാത്രമല്ല ഉത്സവ കമ്പക്കാർക്കും പ്രിയ താരമാണ്. ഇവനുമായിട്ട് പല വിധത്തിലും ഇടപെടേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ളൊരു ആന അല്ലേ? ഇത് തന്നെ ആയിരിക്കുമല്ലോ. ആണ് ഹൈറ്റിന് അളവിൻ്റെ കാര്യത്തിൽ ഏകദേശം എന്തളവുണ്ടാവും? 296 സെൻറ്റിമീറ്റർ ഉയരമാണുള്ളത്. 296 ഇത് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും ഉയരമുള്ള ആന ഇത് തന്നെയാണ്. ഇവൻ്റെ സ്വഭാവത്തിൽ ഡോക്ടർക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മൊത്തം നമ്മൾ 42 ആനകളാണ് ഉള്ളത്. അതിൽ 22 ആനയുടെ ചാർജാണ് എനിക്കുള്ളത്. പാറശാല മുതൽ പുനലൂർ വരെയും കരുനാഗപ്പള്ളി വരെയുമുള്ള ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള 22 ആനകളാണ് ഞാൻ പരിശോധനയ്ക്കുള്ളത്.
ഇപ്പം നമ്മുടെ 42 ആനകളിൽ ഏറ്റവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ളവനും തെക്കൻ തിരുവിതാംകൂറിലെ സുന്ദരക്കുട്ടനെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ആനയാണ് നമ്മുടെ കടവൂർ രാജു എന്ന ആന. 36 വയസ്സോളം പ്രായമുള്ള ആനയാണ്. 56 വയസ്സിനടുത്തുണ്ട്. 56 വയസ്സിനടുത്തുണ്ട്. ഇവൻ്റെ സ്വഭാവ വിശേഷം എന്ന് പറഞ്ഞാൽ നീരിൽ മാത്രം വിഷയങ്ങളുണ്ടാക്കുകയും ബാക്കിയുള്ള ഏത് സമയത്ത് പോലും വളരെ നല്ല രീതിയിൽ തന്നെ എഴുന്നേൽപ്പിൽ പങ്കെടുപ്പിക്കുന്ന ആനയാണിത്. നല്ല എഴുന്നേൽപ്പിൽ ചിട്ട് വളരെ ചുറ്റുള്ള ആനയാണ്. പിന്നെ ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ പാപ്പാനെന്നുള്ള ഗോപാലകൃഷ്ണന് വേണ്ട 10-20 വർഷത്തെ സർവീസുള്ളതാണ്. ഇവിടെ ഒരു അടുത്തൊരു ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതരം ആനയുടെ ആനവാൽപ്പിടി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ ഈ ആനയാണ് പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ ആളുകൾ ഈ ആനയുടെ വാല് പിടിക്കാൻ വേണ്ടിയുള്ള കൂട്ട ഓട്ടം, നമുക്കറിയാം മറ്റ് ആനകളൊക്കെ ആണെങ്കിൽ സാധാരണ ഓടുന്ന ഓട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിരൽ പിടിക്കാനുള്ള ചാൻസ് ഒരു ബുദ്ധിമുട്ടുകളും എത്രയോ വർഷങ്ങളായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാനയാണ് അവൻ. പക്ഷെ മതപ്പാട് സമയത്ത് വളരെ കൂടുതൽ കുറുമ്പുണ്ട്. ചില സമയത്ത് തുടക്കത്തിലൊക്കെ 2-ാം പാപ്പാനെ ഓടിക്കും, 1-ാം പാപ്പാനെ അടുപ്പിക്കും. പക്ഷേ ഒരു 2-3 മാസം വരെ അവൻ്റെ മതപ്പാട് നീണ്ടു നിൽക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ചിരപുരാതനവും ഐതിഹ്യ പ്രസിദ്ധിയാൽ ഏറെ സമ്പന്നവുമാണ് തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കൊല്ലം ഗ്രൂപ്പിൽപ്പെടുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം നടവരവുള്ള ക്ഷേത്രവും ഇതുതന്നെ. അല്പായുസ്സായ സൽപുത്രൻ വേണോ അതോ 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന മന്ദബുദ്ധിയായ മകൻ വേണോ എന്ന ഈശ്വരൻ്റെ ചോദ്യത്തിന് മുന്നിൽ സൽപുത്രൻ തന്നെ മതിയെന്ന ഉത്തരം നൽകിയ അച്ഛൻ, ആ അച്ഛൻ്റെ വരപ്രസാദമെന്നോണം 16 വയസ്സുവരെ മാത്രം നീണ്ടു നിൽക്കുന്ന ആയുസ്സുമായി ജീവിക്കുന്ന മാർക്കണ്ഡേയൻ. അല്പായുസ്സിൽ നിന്നും രക്ഷപ്പെടുവാൻ സാക്ഷാൽ പരമശിവനെ തന്നെ തപസ്സനുഷ്ഠിക്കുന്ന മാർക്കണ്ഡേയൻ്റെ ഐതിഹ്യവുമായി ബന്ധമുള്ളതാണ് തൃക്കടവൂർ ക്ഷേത്രം. മാർക്കണ്ഡേയൻ്റെ തപസ് എത്ര കഠിനവും ശക്തവുമാണെങ്കിലും നിഗ്രഹം എന്ന കർമ്മം തൻ്റെ ജന്മനിയോഗം തന്നെയായിട്ടുള്ള കാലന് ജോലിയിൽ നിന്നും പിന്തിരിയുവാൻ കഴിയുമോ? അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം കൃത്യമായി കലണ്ടർ നോക്കി കാത്തിരുന്ന യമൻ തൻ്റെ വാഹനത്തിൽ കാലപാശവും ചുഴറ്റിയെത്തി. കാലനിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ നേടുവാൻ മാർക്കണ്ഡേയൻ മനമുരുകുന്ന പ്രാർത്ഥനയോടെ ശിവലിംഗ ശിലയെ തന്നെ ഗാഠ ആലിംഗനം ചെയ്ത് വിടാതെ പിടിച്ചു കിടന്നു. മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി കാലപാശം വിക്ഷേപിച്ച കാലൻ്റെ കണക്കുകൂട്ടലുകൾ പക്ഷേ പിഴച്ചു. കയർ കുടുക്ക് ചെന്ന് വീണത് മാർക്കണ്ഡേയൻ്റെ കഴുത്തിലും ശിവലിംഗത്തിലും ഒരുമിച്ചായിരുന്നു. ഉടൻ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും തന്നെയും തൻ്റെ ഭക്തനെയും അപമാനിച്ച കാലനെ തൽക്ഷണം നിഗ്രഹിക്കുകയും മാർക്കണ്ഡേയന് നിത്യയൗവനം പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പുരാണത്തിലെ ഒരേട്. ആസന്ന മൃത്യുവിൽ നിന്ന് രക്ഷ നേടാനും ദീർഘായുസ്സിനുമായി മാർക്കണ്ഡേയൻ തപസ് അനുഷ്ഠിച്ച അതേ ഇടവും അതേ ശിവലിംഗ പ്രതിഷ്ഠയുമാണ് തൃക്കടവൂർ ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹം എന്നാണ് വിശ്വാസം. അന്ന് ശിവൻ കാലനെ നിഗ്രഹിച്ച സ്ഥലം തൃക്കടവൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പള്ളിവേട്ട ചിറയാണെന്നും ദക്ഷയാഗം നടന്നതും സതീദേവി യാഗാഗ്നിയിൽ ചാടി ദഹിച്ചതുമായ സ്ഥലമാണ് ഇവിടെ അടുത്തുള്ള ദാക്ഷായണി ചിറയെന്നും വിശ്വാസങ്ങൾ നീളുന്നു. പുരാണപ്രസിദ്ധമായ തൃക്കടവൂർ അമ്പലത്തിലും കൊല്ലം ജില്ലയിലെ നല്ലൊരു വിഭാഗം ക്ഷേത്രങ്ങളിലുമൊക്കെ ആനകളെക്കാളും ആന എഴുന്നള്ളിപ്പുകളെക്കാളും പ്രാധാന്യവും പ്രചാരവും എടുപ്പ് കുതിരകളുടെ വരവിനും വരവേൽപ്പിനുമായിരുന്നു. എടുപ്പ് കുതിരകളുടെ നിലപാട് തറകൾ ആനകൾ പിടിച്ചടക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തായി മാത്രമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എടുപ്പ് കുതിരകൾ എന്ന കെട്ടുകാഴ്ചകളുടെ പടയോട്ടങ്ങൾക്ക് മുന്നിലും പണ്ട് മുതൽക്കേ ആനകളെ കൊണ്ടുകൂടി സമ്പന്നമായിരുന്നു തൃക്കടവൂർ ക്ഷേത്രം. അതെ, ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ സാക്ഷാൽ തൃക്കടവൂരപ്പന് 8 കരക്കാർ ചേർന്ന് നടക്കിരുത്തിയ ആനക്കുട്ടി. അവനാണ് ഇന്നത്തെ ഈ വീരനായകൻ. ഏത് വർഷമായിരുന്നു നടക്കിയിരുന്നത്? 1988. 88. ഇതിനു മുമ്പ് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ പേര്? ശിവൻകുട്ടി.
ഒറ്റക്കൊമ്പൻ ശിവൻകുട്ടി. അത് 87 ഫെബ്രുവരി 4-ാം തീയതിയാണ് ചരിഞ്ഞത്. ശരിയുന്നത്. ഇത് പിന്നെ നടക്കിരുത്തുന്നത് 88 അവസാനത്തെ വർഷം. ഇവനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഞാൻ കൊണ്ടുവരുന്നത് ചെറുതായിരുന്നു, ഇതിന് പകുതിയോളം ഉള്ളായിരുന്നു. യാനയുടെ കാര്യങ്ങളിൽ നിങ്ങൾ നാട്ടുകാരുടെ ഒരു ശ്രദ്ധ, നിങ്ങളുടെ അതിൻ്റെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട്? ആനക്കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണ്ട. കാര്യം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായമുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ വീടുകളിലും പോയിട്ടാണ് ഈ ഓലയെല്ലാം എടുക്കുന്നത്. പിന്നെ അല്ലാതെ ദേവസ്വം ബോർഡ് ആരും മാറിയിട്ട് മാനേജന്മാർ അവരുടെ കഴിവനുസരിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ദിവസേനയുള്ള ഓലകളും എല്ലാം വെട്ടി കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള എല്ലാ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഓരോ ആൾക്കാർ ഇതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഫുഡ്. അതുണ്ട്. എന്നുമില്ല വല്ലപ്പോഴൊക്കെ. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ 8 കരകൾ ഉൾപ്പെടുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഓരോ കരയിലും ഓരോ ദിവസം തീറ്റയ്ക്കായിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. 8 കരയിലേക്കും പോകാറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളൊരു കമ്മിറ്റി, ആന കമ്മിറ്റി പോലൊക്കെ രൂപീകരിച്ചെടുത്തിട്ടുണ്ട്. തൃക്കടവൂർ രാജു എന്ന് പറയുന്ന ഒരു ആന എൻ്റെ ഒരു അഭിപ്രായത്തിലേ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇരുന്ന കേരളം മുഴുവൻ ഇതിനകം പേരുണ്ടായേനെ. ഇവനെ ഈ ആനയ്ക്ക് ഇതിനെ അർഹിക്കുന്നൊരു പേര് പുറത്ത് കേരളം മുഴുവൻ അറിയുന്നില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത് കണക്ക് ദൃശ്യ മാധ്യമങ്ങളുടെ ഒരു കവറേജിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ E411 എന്നുള്ള പരിപാടി വന്നതോടെ മുതൽ കേരളത്തിലെ ആനകളെക്കുറിച്ച് നല്ലൊരു അല്ല, പക്ഷെ അത് ഈ ആന പുറത്തേക്ക് ചെന്നാലല്ലേ അവന് ആ ഒരു പേര് കിട്ടുള്ളൂ. പക്ഷെ അത് ഇതുവരെ മാധ്യമങ്ങളിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആന തന്നെയാണ്. അല്ല, അത് മാത്രം ഈ ആനയെ കൊണ്ടുപോയി സാധാരണ ഈ ദേവസ്വം അമ്പലങ്ങളിൽ മാത്രമേ കൂടുതലും പോകുന്നുള്ളൂ. അപ്പം ഈ ഇവിടെയുള്ള അമ്പലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ആൾക്കാരുടെ ആന ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിധിയിലുള്ള അമ്പലങ്ങളിൽ മാത്രമേ ദേവസ്വോത്സവങ്ങളുള്ളപ്പോൾ അതിന് മാത്രമേ പോകാറുള്ളൂ. അനേക ദശകങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആനപിടുത്തം നിരോധിക്കപ്പെട്ടുവെങ്കിലും ആനപിടുത്തത്തിനായി കാടുകളിൽ പണ്ട് ഉണ്ടാക്കിയിരുന്ന വാരിക്കുഴികളിൽ അപൂർവമായിട്ടെങ്കിലും ചില ആനകൾ വീഴാറുണ്ട്. അധികവും ആനക്കുട്ടികൾ. കരച്ചിലും ബഹളവുമായി ആനക്കൂട്ടം 1-2 ദിവസം വരെയൊക്കെ കുഴിയിൽ വീണ കുട്ടിയുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. എന്നാൽ കുഴിയിൽ വീണ കുട്ടിയെ രക്ഷിക്കുവാൻ വനം വകുപ്പിൻ്റെ സംഘം എത്തുമ്പോൾ മറ്റെല്ലാവരും പിൻവാങ്ങുമെങ്കിലും അവസാന നിമിഷം വരെ പെറ്റ തള്ള മാത്രം ആർത്തനാദവുമായി അവരോടൊന്ന് പോരടിച്ചു നോക്കും. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ യാതൊരു മാർഗവുമില്ലെന്ന് വരുമ്പോൾ മാത്രമാവും പെറ്റ വയറിൻ്റെ നോവും നീറ്റലും അത്രയും മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ ഒന്നായി ശപിച്ചുകൊണ്ട് ആ പാവം അമ്മ മനസ്സ് കാടിൻ്റെ ഇരുളിലേക്ക് പിൻവാങ്ങുന്നത്. അതെ, അങ്ങനെ ഏതാണ്ടൊരു 10-25 വർഷം മുമ്പ് ഒരഭിശപ്ത നിമിഷത്തിൽ ഏതോ ഒരു പഴങ്കുഴിയിലേക്ക് വീണുപോയ ഒരാനക്കുട്ടി. അവനാണ് ഇന്നത്തെ ശിവരാജു. കോന്നി റേഞ്ചിൽപ്പെടുന്ന അട്ടത്തോടിനടുത്തുള്ള ഒരു പഴങ്കുഴിയിലായിരുന്നു അവൻ വീണുപോയത്. അന്ന് പ്രായം കഷ്ടിച്ചൊരു 5 വയസ്സ്. കുഞ്ഞിക്കൊമ്പ് ശരിക്കും പുറമേക്ക് വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇവൻ കുട്ടിക്കൊമ്പനാണോ അതോ മോഴക്കുട്ടിയാണോ എന്ന് അന്ന് തീർത്തു പറയാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കൊമ്പനായാലെന്ത് മോഴയായാലെന്ത്, കോന്നി ആനക്കൂടെന്ന നഴ്സറി ക്ലാസ്സിലേക്ക് വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അന്ന് വന്നു കയറിയ ആ കുഞ്ഞൂട്ടനെ കാണാൻ ജനപ്രവാഹം തന്നെയായിരുന്നു. പുസ്തകസഞ്ചിയും വാട്ടർ ബോട്ടിലുമൊക്കെ പിടിച്ച് ക്ലാസ് മുറി വരെ അവനെ എടുത്തുകൊണ്ടുവരാനും കരയാതെ ക്ലാസ്സിലിരുന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു 5 സ്റ്റാർ ഓഫർ ചെയ്യാനുമൊക്കെ പാവം ഒരാനക്കുട്ടിക്ക് ആരെ പ്രതീക്ഷിക്കാൻ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന തത്വശാസ്ത്രമൊക്കെ മനുഷ്യർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂവെന്ന് വൈകാതെ തന്നെ ഇവനും മനസ്സിലായി കാണും. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ നിന്ന് പിഴയ്ക്കാൻ ഏറ്റവും നല്ലത് കരയുന്ന കുഞ്ഞെന്ന ഗാന്ധിയൻ റോളിനേക്കാളേറെ അല്പം കൗശലവും അതിനേക്കാളേറെ ആണത്വവും നിറഞ്ഞ ഒരു മുന്നാഭായി സ്റ്റൈലാണെന്ന് അവൻ അപ്പോഴേ ഉറപ്പിച്ചു കാണണം. കോന്നിയിൽ ആ സമയത്ത് പോകുന്നത് എന്തായിരുന്നു?
ഈ ആന വീണിട്ടൊന്നും വീണറിഞ്ഞ് അറിഞ്ഞു. അങ്ങനെ നിങ്ങൾ വനംവകുപ്പിലുള്ള ഒരു പുതിയ ആനക്കുട്ടി വീഴുമ്പോൾ ഒന്ന് കാണാൻ. അന്ന് ഞാൻ കൺസർവേറ്റർ ഓഫീസിലായിരുന്നു. അപ്പോൾ കൺസർവേറ്റർ ഒരു ആനപ്രേമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതിന് കാണാനായിട്ട് കുടുംബമായിട്ട് അളിയന്മാരൊക്കെ ആയിട്ടാണ് പോയത്. അന്ന് എൻ്റെ ഒരു അവസ്ഥ ഏതായിരുന്നു? അന്ന് ഒന്നും ട്രെയിൻഡ് ആയിട്ടില്ല, പരിശീലനമൊന്നും ആയിട്ടില്ല, പിന്നെ ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാറായിട്ടില്ല. പിന്നെ മുറിവൊക്കെ ഉണ്ട്, അതിനകത്ത് ഡ്രസ്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. കുഴിയിൽ വീണ കുഴിക്കകത്ത് ചാവും. അപ്പോൾ അതിന് പേര് വിട്ടിട്ടില്ല. അപ്പം അന്ന് കൺസർവേറ്ററൂടെ അവിടെ ചെന്നിട്ടാണ് ഇതിന് പേരിടുന്നത്. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാറിൻ്റെ ഒരു അളിയൻ്റെ പുള്ളി വലിയ ആന പ്രേമിയൊക്കെയാണ്. എൻ്റെ പേര് രാജു എന്നാണ് അന്ന് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പേര്. കോന്നിക്കൂട്ടിലെ ആനകൾ രൂപഭംഗിയിൽ മാത്രമല്ല വാശിയുടെ കാര്യത്തിലും തെല്ല് മുമ്പിൽ തന്നെ ആവുമെന്നാണ് ആനക്കാര്യങ്ങളിൽ വിദഗ്ധരായവരുടെ അഭിപ്രായം. ചുമ്മാ തായം കളിക്കാനും 4 ആൾ കൂടുമ്പോൾ തറുതല പറയാനും വന്നാൽ വകവെച്ചു കൊടുക്കില്ലാത്ത ഒരു മിട്ടാമിറാസു. അതാണ് ഈ 35കാരൻ. മതപ്പാടൊന്നുമില്ലെങ്കിൽ വെറും പാവം. ചുമ്മാ പശുവിനെ അഴിച്ചു വിടും പോലെ അമ്പലപ്പറമ്പിൽ അഴിച്ചു വിട്ടാലും ആർക്കും ഒരു കുഴപ്പവും ചെയ്യില്ലാത്തവൻ എന്നൊക്കെ കടവൂർ നിവാസികൾ ഇവന് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം. എന്തെന്നാൽ നാളിതുവരെ പൊതുജനമെന്ന തങ്ങളിൽ ഒരുവനോട് അവരുടെ സ്വന്തം രാജു കയ്യാങ്കളി ഒന്നും എടുത്തിട്ടില്ലെന്ന് തന്നെ അവരുടെ ഏറ്റവും വലിയ വിശ്വാസം മൂലധനം. ആനക്കൂട്ടിൽ നിന്നും അമ്പലവാസിയിലേക്കുള്ള കൂടുമാറ്റം കക്ഷിക്ക് അത്ര ദഹിച്ചോ എന്ന കാര്യം സംശയമാണ്. കുട്ടിയാനയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. എന്നാൽ കേമൻ ഒരു കൊമ്പനാണോ എന്നാണെങ്കിൽ അതുമല്ല. അങ്ങനെ ഒരവസ്ഥയും. ബഹുമാനവും കിട്ടില്ല, കുട്ടിയോടുള്ള വാത്സല്യവുമില്ലാത്ത പ്രായത്തിലാണ് അവനിവിടെ എത്തുന്നത്. മീശ മുളച്ചു തുടങ്ങുന്ന കൗമാരപ്രായം. അന്ന് കൊമ്പിനൊക്കെ കഷ്ടിച്ച് 3 വിരൽ കൂട്ടിപ്പിടിച്ചാലുള്ള വണ്ണമേയുള്ളൂ. കൗമാരപ്രായം ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കടമ്പ തന്നെയാണ്. ഒരു സെക്കൻഡ് ഷോയ്ക്ക് പൊയ്ക്കോട്ടെ അച്ഛാ എന്ന് ചോദിച്ച് തീരും മുമ്പേ തന്നെ ഡയസ്നോൺ പ്രഖ്യാപിക്കും. വേണ്ട, ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക ഭേദം. ഇനി അച്ഛൻ്റെ പോക്കറ്റിലെ പൈസ കുറഞ്ഞാലും സിഗരറ്റ് പാക്കറ്റിലെ എണ്ണം കുറവെന്ന് തോന്നിയാലും സംശയത്തിൻ്റെ ആദ്യത്തെ മുൾമുന നീണ്ടുവരുന്നതും അവന് നേർക്ക് തന്നെ. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റമെന്നാകുമ്പോൾ അവസാനം അവൻ എന്താ ചെയ്യുക? ചിലപ്പോൾ വെറുതെ ഒരു കാര്യമുണ്ടാക്കി ചൂടായിക്കളയും. വേണ്ട, ഞാനും ഒരാണായിക്കൊണ്ടിരിക്കുക, അത് മറക്കണ്ട എന്ന പ്രഖ്യാപനത്തിൻ്റെ കേളികൊട്ടായിരിക്കും ആ ഉടക്കും വക്കാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജു ഭയ്യ ഒപ്പിച്ച ഒരു സൂചനാ സമരത്തിൻ്റെ പൊരുളും അങ്ങനെ ഒന്നായിരുന്നു. ഒരു ദിവസം അവൻ നോക്കുമ്പോൾ അമ്പലക്കുളത്തിന് വെവ്വേറെ 2 പടവുകൾ, ഒന്ന് ആണുങ്ങൾക്കും മറ്റേത് പെണ്ണുങ്ങൾക്കും. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? അമ്പലത്തിൻ്റെ സ്വന്തമായ ആനയ്ക്ക് മാത്രം ഒരു കടവുമില്ല, പടവുമില്ല. ST നിഷേധിക്കുന്ന ബസ് കണ്ടക്ടറുടെ താടിക്കിട്ട് തോണ്ടുന്ന വിദ്യാർത്ഥി നേതാവിനെ പോലെ അവൻ്റെ ധാർമ്മിക രോഷം അണപൊട്ടുവാൻ പിന്നെ ഒട്ടും താമസമുണ്ടായില്ല. പാപ്പാനച്ഛൻ്റെ പിടിയും വിടുവിച്ച് നേരെ കുളത്തിലേക്കൊരു സമ്മർ സാൾട്ട്, എന്നിട്ടൊരു പൂന്തു വിളയാട്ടം. ഇക്കടവിൽ നിന്ന് മുങ്ങിയാൽ പിന്നെ പൊന്തുന്നത് നേരെ കുളത്തിൻ്റെ അക്കരയ്ക്ക്. ഇടയ്ക്ക് മാത്രം ഒന്ന് തല പൊട്ടിച്ചു നോക്കും. ആഹാ, പോയിനടാ പയലുകളെ, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? അതായിരുന്നു അതിൻ്റെ അർത്ഥം. മണിക്കൂറുകൾ നീണ്ട ആ സമരത്തിൽ അന്ന് തോക്കും സന്നാഹങ്ങളുമൊക്കെയായി പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും അവസാനം ചർച്ചയിലൂടെ തന്നെ പ്രശ്നം ഒത്തുതീർപ്പായി. എത്രാമത്തെ വയസ്സിലാണ് പാപ്പാന? ഞാൻ 8 വയസ്സായി. ഈ കൂട്ടത്തിൽ നമ്മളെ കുടുംബ പാരമ്പര്യം. വീട്ടിൽ വേറെ എല്ലാവരും ആനക്കാരാണ്. അപ്പോൾ 8ാമത്തെ വയസ്സ് മുതൽ നമ്മളിതിൻ്റെ കൂട്ടത്തിലുണ്ട് പോന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേട്ടൻ വന്നിട്ട് എത്ര വർഷമായി? ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് ഈ ആന 90 നടക്കി വെച്ചപ്പോൾ ഈ ആനയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വെക്കുന്ന സമയത്ത് ആദ്യം മുതൽ ചേട്ടനുണ്ട്? ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് ഇവിടെ നിന്ന് മാറിപ്പോയി. മാറിപ്പോയപ്പോൾ എന്നെ കൊല്ലം ചിന്നക്കട വെച്ച് ആന കുത്തണം. വേറെ ആന? ഈ കുട്ടികൃഷ്ണ കുത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 9 മാസം കഴിഞ്ഞാണ് പിന്നെ വീണ്ടും ഈ ആനയിൽ വരണം. തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ ആനയിൽ നിന്ന് മാറിപ്പോയി. എത്ര വർഷം അങ്ങനെ മാറി നിന്നിട്ടുണ്ട്? മാറിയിപ്പം ഏതാണ്ട് ഒരു 6-7 കൊല്ലം മാറി നിന്നു. ഇടയ്ക്ക് മാറി നിന്നിട്ടുണ്ട്. ആ മാറിയതിന് ശേഷം പിന്നെ ഞാൻ ഈ ആന 2 വരെ കുത്തൊക്കെ ചെയ്ത ആന. ഇടയ്ക്കുള്ള വാപ്പാൻ കുത്തി. അങ്ങനെ ആ ഇതിൽ ഞാൻ ഇവിടെ വന്നു ആന അഴിക്കാൻ വേണ്ടി.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് നമ്മളിവിടെ ആയി. ഇവിടെ തന്നെ ആ എന്നപ്പോഴത്തേക്ക് ഈ കുട്ടിപ്രായത്തിൽ തന്നെ അല്പശുണ്ഠിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ലായിരുന്നു. ഞാൻ അവിടെ കോന്നി കുട്ടീന്ന് ഇവിടെ കൊണ്ടുവന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം ആന പ്രായമായി വരും തോറും ആനയ്ക്ക് അറിവിന് കുറച്ചുകൂടെ ഇത് വരും. നമ്മുടെ മനുഷ്യരുടെ കൂടെ ഉള്ള അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, ഇത്തിരി ശുണ്ഠിയൊക്കെ ഉണ്ട്. മറ്റൊരിക്കൽ രാജു ഒപ്പിച്ച കുസൃതിയിൽ പണി കിട്ടിയത് അവനിട്ട് തന്നെയായിരുന്നു. ആനയെ ഒരിടത്ത് നിർത്തിയ ശേഷം പാപ്പാൻ ഒന്ന് മാറിയതേയുള്ളൂ. ആന നോക്കിയപ്പോൾ മുന്നിൽ നല്ല ഒരു കൃഷിയിടം. പണ്ടൊരു മരച്ചീനിത്തോട്ടം കുത്തിമറിച്ച് അപ്പാടെ വെട്ടിയടിച്ചതുപോലെ ഇക്കുറിയും മൂടോടെ തന്നെ അവൻ മണമണാ വെട്ടിയടിച്ചു. പക്ഷേ ഒരു കുഴപ്പം, ഇത്തിരി കഴിഞ്ഞപ്പോൾ നാവിലും വായിലുമെല്ലാം ഒരു പന്തികേട്, ഒരു എരിച്ചിലും പൊരിച്ചിലും. പാവം രാജപുലികേശി വലിച്ചടിച്ചത് അത്രയും നല്ല ഒന്നാന്തരം ചൊറിയൻ ചേന തന്നെ. പോരെ പൂരം. ആന തല കുടഞ്ഞ് തുപ്പി തോപ്പിക്കാമെന്ന് വെച്ചാലും ചേനയുടെ ചൊറിച്ചിൽ വിടുമോ? അകവും പുറവും ചൊറിഞ്ഞറിഞ്ഞ് രാജു അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ എരിപൊരി സഞ്ചാരം കൊണ്ട് നിൽക്കുമ്പോഴാണ് 4-5 ഓല വെട്ടിയിട്ടുണ്ട്, വേണേ വലിച്ചുകൊണ്ടിട്ട് തിന്നടാ എന്ന ധാർഷ്ട്യവുമായി പാപ്പാൻ്റെ വരവ്. കയ്യിൽ തടഞ്ഞ ചേനത്തൻ്റെ അടുത്ത് പാപ്പാനിട്ട് കൊടുത്തൊരേറ്. ഇതെന്ത് മറിമായം! അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്നിരുന്ന ആനയെ അല്ലല്ലോ ഇപ്പം കാണുന്നത് എന്ന അന്താളിപ്പോടെ പാവം പാപ്പാൻ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുമ്പോൾ ദാ വരുന്നു വായുവിലൂടെ മൂളിപ്പറന്നുകൊണ്ട് ചേനത്തണ്ടുകൾ ഒന്നൊന്നായി പിന്നെയും പിന്നാലെ. കാട്ടിൽ കിടന്നിരുന്ന തങ്ങളെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പെടാപ്പാട് മുഴുവൻ പെടുത്തുന്നത് ഈ മനുഷ്യരല്ലേ? അവർക്ക് ദല്ലാൾപ്പണി ചെയ്യുന്നതോ പാപ്പാന്മാർ? വേറെ എന്തൊക്കെ ഉപജീവനമാർഗം ഈ ലോകത്തുണ്ടെങ്കിലും ഇവന്മാർ ആനപ്പണി എന്ന ഏടാകൂടത്തിനല്ലാതെ മറ്റെന്തെങ്കിലും വഴി നോക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്കും ഇരിക്കട്ടെ കിട്ടുന്നതിൽ പങ്കിത്തിരി. അങ്ങനെയാവാം തൃക്കടവൂർ രാജു അന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവുക. അതെ, കളിയും വികൃതിയും ഒരു വശമാണെങ്കിൽ രാജു എന്ന കുതിരപ്പവന് മറ്റൊരു വശം കൂടിയുണ്ട്. പെട്ടെന്നൊന്നും ഒരു പാപ്പാനെയും വകവെച്ച് കൊടുക്കില്ലാത്ത മനസ്സിൻ്റെ ഒരു മറുപുറം. ഇപ്പോൾ രാജുവിൻ്റെ വഴികാട്ടിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ നായർ മാത്രമാവാം ഇതിനൊരപവാദം. പക്ഷേ ഈ സ്വന്തം പാപ്പാൻ മാറി നിൽക്കേണ്ടി വന്ന കാലത്ത് വടിയും തോട്ടിയും എടുത്ത് പണി പഠിപ്പിക്കാൻ വന്ന അധികം പേർക്കും പണി മാറ്റിക്കൊടുത്ത പാരമ്പര്യവും രാജുവിനുണ്ട്. അതെ, ആനപ്പാപ്പാന്മാർക്ക് പ്രൊമോഷൻ നൽകുന്ന ഒരാന, അഥവാ ഉന്നതങ്ങളിലൊന്നും പിടിക്കാതെ തന്നെ തസ്തിക മാറ്റം തരപ്പെടുത്തി കൊടുക്കുന്ന ഒരാന എന്ന പേരും രാജുവിന് സ്വന്തമാണ്. ആനപ്പണിയെടുക്കാൻ വയ്യാതായാൽ പിന്നെ നിരുപദ്രവകരമായ വേറെ എന്തെങ്കിലും തസ്തികയിലേക്ക് മാറുക എന്നതല്ലാതെ പാവം പാപ്പാന്മാർക്ക് മറ്റെന്ത് നിവർത്തി? ഗോപാലകൃഷ്ണൻ നായർ പോയ ശേഷം വന്ന മുരളിയാണ് ഇതിനാദ്യം വിധേയനാവുന്നത്. അമ്പലത്തിന് പിറകുവശത്ത് വെച്ച് രാജു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ എന്തോ കാരണത്തിൻ്റെ പേരിൽ ഒരടി കൊടുത്തതാണെന്ന് പറയുന്നു. അപ്പോഴേ തട്ടിയിട്ട് കുത്തി. കഷ്ടിച്ച് രക്ഷപ്പെട്ട മുരളി പിന്നീട് ഈ പണിക്ക് വയ്യാതെ ദേവസ്വം ബോർഡിലെ പ്യൂൺ പോസ്റ്റിലേക്ക് മാറി. പിന്നെയും കുറേ കഴിഞ്ഞായിരുന്നു ശിവൻകുട്ടി എന്ന പാപ്പാൻ്റെ നേർക്കുള്ള അംഗം. പൂതക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള നീരാവിൽ കടവിനടുത്ത് വെച്ചായിരുന്നു ശിവൻകുട്ടിയുടെ നേർക്കുള്ള കലിയാട്ടം. വഴി നടത്തത്തിനിടയിൽ പെട്ടെന്നായിരുന്നു നിറം മാറ്റം. കുത്ത് കിട്ടിയത് കാലിൽ തന്നെ. അടുത്ത കുത്തിനായുന്നതിനിടയിൽ അടുത്തുള്ള കുളപ്പടവിലേക്ക് ഉരുണ്ടുമാറാനായത് ആയുസ്സിൻ്റെ ബലം കൊണ്ട് മാത്രം. ആനയും ഒപ്പം ചാടിയിറങ്ങി കുളത്തിന് ചുറ്റും പാഞ്ഞുവെങ്കിലും പായലിൻ്റെയും പൊന്തയുടെയും മറവിൽ ഒളിച്ചിരുന്ന് ജീവൻ രക്ഷിച്ചു. ശിവരാജുവിൻ്റെ കഥകൾ ഇവിടെ തീരുന്നില്ല, തുടരുകയാണ്.